നമസ്കാരം പ്രിയപ്പെട്ടവരെ. 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ നിർബന്ധമായി ഈ വീഡിയോ കാണണം. കാരണം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ സർവ്വസാധാരണയായിട്ട് മനുഷ്യർക്ക് നാഡീഞരമ്പുകൾക്ക് ബലക്ഷയം സംഭവിക്കാറുണ്ട്. ഇങ്ങനെ നാഡീഞരമ്പുകൾക്ക് ബലക്ഷയം സംഭവിച്ച ആളുകൾക്ക് ചില ആയുർവേദ ഔഷധങ്ങളുടെ ഉപയോഗത്താൽ നിർജീവമായ നിങ്ങളുടെ നാഡീഞരമ്പുകളെ പുനർജീവിക്കാൻ സാധിക്കുന്ന ചില മരുന്നുകൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. സ്വാഭാവികമായിട്ടൊരു 40 വയസ്സ് കഴിഞ്ഞാൽ ആളുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളാണ് അവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അരയുടെ താഴെയിലേക്ക് ഒരു വേദന, ഒരു തരിപ്പ് അനുഭവപ്പെടുക. കുറച്ചു സമയം നടന്നതിന് ശേഷം മാത്രമായിരിക്കും ആ പഴയ അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ മുട്ടുവേദന, ജോയിന്റ്സുകളിലൊക്കെ വേദന, ഇടുപ്പ് വേദന തുടങ്ങിയവയ്ക്കും 40 വയസ്സിന് ശേഷം സർവ്വസാധാരണയായി കണ്ടുവരാറുണ്ട്. ചില ആളുകളിലൊക്കെ ശരീരത്തിന്റെ വിവിധ ജോയിന്റ്സുകളിൽ നീർക്കെട്ടും അനുഭവപ്പെടും. അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗിക ഉത്തേജനം കുറയുക, അല്ലെങ്കിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. ഇതൊക്കെ ഈ നാഡീഞരമ്പുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദ വിധി പ്രകാരം കുറുന്തോട്ടി പാൽ കഷായം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൗവനത്തിലേക്ക് മടങ്ങാൻ സാധിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത്. അതായത് നിർജീവമായ നിങ്ങളുടെ നാഡീഞരമ്പുകൾക്ക് പുതുജീവൻ നൽകാൻ സാധിക്കുന്ന ഔഷധമാണ് കുറുന്തോട്ടി. ഈ കുറുന്തോട്ടി കഷായം കൃത്യമായിട്ട് ഒരു വൈദ്യനിർദ്ദേശത്തിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് കുറുന്തോട്ടി പാൽ കഷായം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് ഒരുപാട് മരുന്നുകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുറുന്തോട്ടിയുടെ വേര്, അത് 30 ഗ്രാം, 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് വെള്ളം, ഇവ നന്നായി തിളപ്പിച്ച് വറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി ദിവസവും ഒരു നേരം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാഡീഞരമ്പുകൾക്ക് പുതുജീവൻ പ്രദാനം ചെയ്യുന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ആയുർവേദത്തിലെ അറിവാണ്. എല്ലാ ആയുർവേദ മരുന്നുകളും കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.